പാർട്ട്ണർ നിങ്ങളുടെ കഴിഞ്ഞ റിലേഷൻഷിപ്പിനെ പറ്റിയോ അയാൾ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലിനെ പറ്റിയോ കുത്തി കുത്തി ചോദിക്കാറുണ്ടോ? പ്രസന്റുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ചിലർ അങ്ങനെയാണ്. ഇതിനെ റെട്രോ ആക്റ്റീവ് ജലസി എന്നാണ് പറയുന്നത്. പൊസസീവ്നെസ് എന്ന് പറയുന്ന മനുഷ്യ സഹജമാണ്, പക്ഷെ അത് ഒരു പടി മുകളിലായാലോ? ഇതിന്റെ കാരണം ലോ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ഇതൊക്കെയാണെന്നാണ് സയൻസ് പറയുന്നത്. പണ്ട് നിങ്ങൾ എക്സ് പാർട്ട്ണറിനോട് സംസാരിച്ച കാര്യങ്ങളും അയാൾക്ക് അയച്ചിരുന്ന മെസ്സേജുകളും ഒക്കെ നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മിപ്പിക്കല് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം വഴക്കുണ്ടാക്കാനും സ്റ്റാർട്ട് ചെയ്യും. ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്തു വന്ന നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അതിലും വലിയൊരു വള്ളിയായി മാറുകയും ചെയ്യും. കമ്മ്യൂണിക്കേഷനും ട്രസ്റ്റും ടൈമും മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ. പക്ഷെ ഇതെല്ലാം കൊടുത്തിട്ടും ഇത് ശരിയായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടുമ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി കുത്തി കുത്തി ചോദിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. പഴയൊരു ട്രോമയുടെ കൂടെ ഈ ഒരു വലിയ ട്രോമയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.